അതിനിടെ ആനന്ദിന്റെ നിർണായക ഫോൺ സംഭാഷണം പുറത്തുവന്നു. പലയിടത്തു നിന്നും സമ്മർദ്ദമുണ്ടെന്നും RSSന് വേണ്ടി 2 പതിറ്റാണ്ടിലേറെ പണിയെടുത്തിട്ടും തന്നോട് ചെയ്തത് കണ്ടോ എന്നുമാണ് സുഹൃത്തുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേർന്നു. ഡാൻ, തിരുമല അനിലിന്റെ മരണം BJPക്ക് ഉണ്ടാക്കിയ ക്ഷീണം എത്രമാത്രമുണ്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് നിൽക്കുമ്പോഴാണ് രണ്ടാമതൊരു ആത്മഹത്യ കൂടി ഉണ്ടാവുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ കേട്ട നേതാക്കന്മാരുടെ ഈ മറുപടിയൊക്കെ ആ ക്ഷീണം അകറ്റാൻ പോരുന്നതാണോ? ഇനി എന്ത് പ്രതീക്ഷിക്കണം? അല്പസമയം മുമ്പാണ് ആനന്ദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തൃക്കണ്ണാപുരത്തുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിച്ചത്. ഇവിടെ അടുത്ത ബന്ധുക്കളും നാട്ടുകാരും പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തകരും അടക്കം അന്തിമോപചാരം അർപ്പിക്കുകയാണ്. അതിനുശേഷമായിരിക്കും പുത്തൻകോട്ടയിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദം തന്നെ ഇന്നലെ മുതൽ ഉണ്ടായിരിക്കുന്നുവെന്ന് വേണം പറയാൻ. കാരണം ഈ ആത്മഹത്യക്കുറിപ്പായി ആനന്ദ് വാട്സാപ്പിലായി അടക്കം പങ്കുവെച്ച കാര്യങ്ങൾ BJP വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് ഇടതു മുന്നണിയും അതോടൊപ്പം UDFും പ്രചാരണ വിഷയമാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആനന്ദിന്റെ ആത്മഹത്യ ഉണ്ടാകുന്നത്. പക്ഷേ BJP നേതൃത്വം കൃത്യമായ ഒരു നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ 6 വർഷമായി ആനന്ദിന് BJPയുമായി ഒരു ബന്ധമില്ല, BJPയുടെ നേതാവും പ്രവർത്തകനുമല്ല എന്ന തരത്തിലാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിക്കുന്നത്. അതേസമയം ഇത് വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാക്കി നിലനിർത്താനുള്ള ഒരു ശ്രമം LDFന്റെയും UDFന്റെയും ഭാഗത്തുനിന്നുണ്ടാവും. കാരണം തൃക്കണ്ണാപുരത്തു നിന്ന് തന്നെയാണ് മുൻ കൗൺസിലർ കൂടിയായ തിരുമല അനിലിന്റെ അപ്രതീക്ഷിതമായ വിയോഗം ഉണ്ടാകുന്നത്. അതും ആത്മഹത്യ തന്നെയായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത് സമാനമായ തരത്തിലുള്ള ഒരു സംഭവം. അതിന് എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് ഇതിലൊരു ഉത്തരവാദിത്വമില്ല എന്നൊരു നിലപാടിലേക്കാണ് BJP സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. RSS പ്രവർത്തകന്റെ ആത്മഹത്യ വ്യക്തിപരമെന്ന് B. ഗോപാലകൃഷ്ണൻ. മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായതെന്നും സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനെ തുടർന്നാണ് ആത്മഹത്യയെങ്കിൽ ഞാൻ 12 പ്രാവശ്യമെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ടതാണെന്നും B. ഗോപാലകൃഷ്ണൻ. വ്യക്തിപരമായിട്ടുള്ള ചില മാനസിക വിഭ്രാന്തിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അത് അന്വേഷിക്കണം, അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഇപ്പം ചർച്ച ചെയ്യാൻ പറ്റില്ല. അത് സംഘടനാപരമായിട്ട് അതിനെ നേരിടും, സംഘടനാപരമായിട്ട് അത് അന്വേഷിക്കും, സംഘടനാപരമായിട്ട് ഇത്തരം എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കും. ഇപ്പോൾ ആത്മഹത്യ ചെയ്ത ആനന്ദിന്റെ വീട്ടിൽ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. തത്സമയത്തിലേക്ക് അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആനന്ദിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്തതിൽ മനം നൊന്താണ് ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത്. പക്ഷേ ഇയാൾക്ക് ആനന്ദിന് BJPയുമായി യാതൊരു ബന്ധവുമില്ല എന്നും BJP ഒരു കാലത്തും ഇയാൾ BJP പ്രവർത്തകനായിട്ടില്ല എന്നുമാണ് നേതൃത്വത്തിന്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുൻപ് കേട്ടത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, ആനന്ദിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആനന്ദ് സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സപ്പ് മരണത്തിന് തൊട്ട് മുൻപ് സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, തൻ്റെ ഭൗതിക ശരീരം ഒരു കാരണവശാലും ഒരു BJP പ്രവർത്തകനോ RSS പ്രവർത്തകനോ കാണിക്കരുത് എന്ന് മരണത്തിന് തൊട്ട് മുൻപ് എഴുതിയ കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് അത്തരത്തിലൊരു BJP RSS പ്രവർത്തകർ എത്തുകയാണെങ്കിൽ ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടാകുമല്ലോ. അപ്പോൾ അത്തരത്തിൽ നേതാക്കന്മാരാരും എത്താൻ സാധ്യതയുണ്ടാവില്ല അല്ലേ? മുതിർന്ന നേതാക്കളാരും ഇവിടെ ഇതുവരെ എത്തിയതായി നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ പ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ അടക്കം ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അടുത്ത ബന്ധുക്കളുണ്ട്, അതോടൊപ്പം നാട്ടുകാരുണ്ട്. ഇവിടെ വലിയൊരു ജനക്കൂട്ടം തന്നെ ആനന്ദിന്റെ മൃതദേഹം അവസാനമായി കാണുന്നതിന് വേണ്ടി ഈ വീട്ടിൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ വീട് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം ഇന്നലെ വരെ കുടുംബങ്ങൾക്കൊപ്പം സജീവമായി തന്നെ ഉണ്ടായിരുന്ന ആനന്ദ് അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു ജീവനൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് കുടുംബങ്ങൾ ആരും തന്നെ കരുതിയതല്ല. അതിന്റെ ഒരു ആഘാതത്തിൽ നിന്ന് കുടുംബങ്ങൾക്ക് ആർക്കും ഇപ്പോഴും മുക്തരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്
എടുത്തു പറയുന്ന കാര്യം ആനന്ദിന്റെ ഭാര്യയ്ക്ക് ഇന്നലെ ഈ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ നേരിടുകയും അവർക്ക് അടിയന്തരമായ ചികിത്സ ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്ന സമയത്തും അതേ ഒരു വൈകാരികമായ തലം ഈ വീട്ടിൽ നിലനിൽക്കുന്നുവെന്ന് വേണം പറയാൻ. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു ആനന്ദ്. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാവർക്കും സഹായവുമായി ഓടിയെത്തിയിരുന്ന ആളാണ് ആനന്ദ് എന്നൊക്കെയാണ് ബന്ധുക്കളടക്കം നമ്മളോടൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ആനന്ദിനെയാണ് വളരെ അപ്രതീക്ഷിതമായി അവർക്ക് നഷ്ടമാകുന്നത്. അത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നതിനിടയിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ തർക്കങ്ങളുടെ പേരിൽ ജീവനെടുക്കുന്ന തരത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്നും കൃത്യമായൊരു വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല. വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ആനന്ദ് മാത്രമാണ് അവരൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ ഒരു ഘട്ടത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. എന്തായാലും വളരെ വൈകാരികമായ ഒരു സാഹചര്യം ഈ കുടുംബത്തിൽ നിൽക്കുന്ന അല്പസമയം കൂടി പൊതുദർശനം ഭവനത്തിൽ കാണും. അതിനുശേഷമായിരിക്കും പുത്തൻകോട്ടയിലേക്ക് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. ശരി. BJP പ്രവർത്തകന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. പൊതുദർശനം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകളാണ് മൃതദേഹം അവസാനമായി കാണാൻ അങ്ങോട്ടേക്ക് എത്തിയത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.